അവരുടെ മരണം തന്നെ എപ്പോഴാണ് അറിയൂല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ച് ഖബറിലേക്ക് നമ്മളെ ഇറക്കി വെക്കപ്പെടേണ്ടവരാണ് നമ്മൾ. അല്ലാഹുവേ, ഞങ്ങൾ എല്ലാവരുടെയും ഖബർ വിശാലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, നീ സ്വർഗം തരണേ അല്ലാ. ഞങ്ങൾക്ക് മഗ്ഫിറത്ത് തരണേ അല്ലാ. സ്വർഗത്തിനേക്കാളും ഒക്കെ അപ്പുറമാണ് അല്ലാഹുവിന്റെ പൊരുത്തം. സ്വർഗം കിട്ടുന്നതിനേക്കാളും ഒക്കെ നമ്മൾ ആഗ്രഹിക്കേണ്ടതും അതാണ്. റബ്ബിന്റെ ഒരു പൊരുത്തം, റബ്ബിന്റെ ഒരു സ്നേഹം, അതാണ് ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസി ആഗ്രഹിക്കേണ്ടത്. പടച്ചോന്റെ ഒരു കോപം കിട്ടിയാൽ പിന്നെ കഴിച്ചില്ലാവൂല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്വർഗത്തെക്കാൾ മനുഷ്യൻ ആഗ്രഹിക്കേണ്ടത് ഇലാഹായ നമ്മളെ പടച്ചു പരിപാലിക്കുന്നവനായ യജമാനനായ റബ്ബിന്റെ പൊരുത്തമാണ്. അല്ലാഹുവിനെ സ്നേഹിക്കാൻ കഴിയണം നമുക്ക്. ആ നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന യജമാനനായ ഉടമയായ റബ്ബിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. ആ റബ്ബിനെ സ്നേഹിച്ചാൽ ആ ഉടമയായ റബ്ബിന്റെ വലിയ റഹ്മത്തിന്റെ ഒരു നോട്ടം അത് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര തെറ്റ് ചെയ്താലും പുറത്തു തരുന്ന റബ്ബാണ്. തെറ്റ് ചെയ്തു എന്ന് കരുതി പുറത്തുതരാതിരിക്കുക. എത്ര തെറ്റ് ചെയ്താലും പുറത്തു തരുന്ന റബ്ബാണ് അല്ലാഹു. അല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കി, പടച്ചോന്റെ കാരുണ്യം എത്രയാണ്. പരിശുദ്ധമായ ഖുർആനിലെ ആദ്യത്തെ ആയത്ത് തന്നെ, ഖുർആൻ എടുത്ത് മറിച്ചു നോക്കിയാൽ ആദ്യം നമ്മൾ കാണുന്ന ആയത്ത് ഏതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ 2 പ്രാവശ്യമാണ് അള്ളാന്റെ റഹ്മത്തിനെ പറഞ്ഞത്. റഹ്മാൻ, റഹീം. അള്ളാഹു വലിയ കാരുണ്യമാണ്. പടച്ചോന്റെ കാരുണ്യങ്ങൾ ചിന്തിച്ചു നോക്കി. നമ്മളൊരു നന്മ ചെയ്താൽ നമ്മുടെ വലതുഭാഗത്ത് മലക്കുണ്ട്, ഇടതുഭാഗത്ത് മലക്കുണ്ട്, അല്ലെ? വലതുഭാഗത്ത് റഖീബ് എന്ന് പറയുന്ന മലക്കുണ്ട്, ഇടതുഭാഗത്ത് അതീദ് എന്ന് പറയുന്ന മലക്കുണ്ട്. റഖീബ് എന്നാൽ മലക്കുകളുടെ ഒരു കൂട്ടമാണ് എന്ന അഭിപ്രായമുണ്ട്. മലക്കുകളുടെ ഒരു കൂട്ടം. അപ്പൊ നമ്മളൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വലതുഭാഗത്തുള്ള മലക്ക് ആ നന്മ രേഖപ്പെടുത്തി വെക്കും. എന്ത് നന്മ ചെയ്താലും വലത്ത് ഭാഗത്തുള്ള മലക്ക് അത് എഴുതപ്പെടും, രേഖപ്പെടുത്തി വെക്കും. ഇന്നാലിന്ന ആള്, ഇന്നാലിന്ന സ്ഥലത്തുള്ള ഇന്നാലിന്ന ആള് ഇതാ സുബഹിക്ക് ശേഷം ഇരുന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നാലിന്ന ദിക്റുകളൊക്കെ ചൊല്ലുന്നുണ്ട്. ഇതൊക്കെ വലത്തെ ഭാഗത്തെ മലക്ക് എന്ത് നന്മ ചെയ്താലും ആ വലത് ഭാഗത്തുള്ള റഖീബ് എന്ന മലക്ക് എഴുതി വെക്കും. എന്നാൽ ഇടത്തെ ഭാഗത്തുള്ള മലക്കിനോടുള്ള ഓർഡർ അങ്ങനെയല്ല. തിന്മ ചെയ്താലാണ് ഇടത്തെ ഭാഗത്തുള്ള മലക്ക് എഴുതി വെക്കുക. അത് ചെയ്ത ഉടനെ എഴുതി വെക്കൂല. നമ്മളൊരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്ത ഉടനെ ഇടത്തെ ഭാഗത്തുള്ള മലക്ക് എഴുതി വെക്കൂല. പടച്ചോന്റെ ഓർഡറാണ്, എഴുതാൻ പാടില്ല. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ഇടത്തെ ഭാഗത്തെ മലക്കിനോടുള്ള ഓർഡറാണ്, അപ്പം തന്നെ ആ തെറ്റ് അയാൾ ചെയ്തു എഴുതി വെക്കാൻ പാടില്ല. ഒന്ന് വെയിറ്റ് ചെയ്യണം, ഒന്ന് താമസിക്കണം. അയാൾ ആ തെറ്റിന്റെ പേരിൽ വരുന്ന മണിക്കൂറിൽ തൗബ ചെയ്താലോ, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയാലോ, ഞാൻ അറിയാതെ ചെയ്തു പോയി, അല്ലാ എനിക്ക് പുറത്തു തരണേ, അല്ലാ എന്നോട് മാപ്പാക്കണേ അല്ലാ എന്നയാൾ തൗബ ചെയ്താലോ. അതുകൊണ്ട് അങ്ങനെ തൗബ ചെയ്തിട്ടില്ലെങ്കിലേ എഴുതി വെക്കേണ്ടതുള്ളൂ. ആ മലക്കിനുള്ള ഓർഡർ അതാണ്. നന്മ അങ്ങനല്ല, നന്മ ചെയ്യുമ്പോൾ തന്നെ എഴുതി വെക്കുന്നു. അല്ലാഹുവിന്റെ വിശാലമായ റഹ്മത്താണിത്, കാരുണ്യമാണ്. അതുകൊണ്ട് അല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു റഹ്മത്താണ്. അല്ലാഹനെ പറ്റി ചിന്തിക്കുമ്പോഴേ മനസ്സിലേക്ക് പടച്ചവനോട് വലിയ സ്നേഹമാണ്, അത് പേടിപ്പെടുത്തുന്നൊരു അല്ലാഹയല്ല മനസ്സിലേക്ക് വരേണ്ടത്. അല്ലാഹുവിന്റെ കരുണയെ ചിന്തിച്ചുകൊണ്ട് റബ്ബിൽ പ്രതീക്ഷയാണ് വേണ്ടത്.
പേടി വേണം വേണ്ട എന്നല്ല, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം ബൈനൽ ഖൗഫി വറജാ, പ്രതീക്ഷയുടെയും എന്നാലോ ഒരു ഭയം ഉണ്ടാവും. പ്രതീക്ഷ വേണം. തെറ്റ് ചെയ്താൽ എനിക്ക് എന്റെ റബ്ബ് പുറത്തു തരും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെ 100 ആളുകളോട് അക്രമം ചെയ്തവർക്ക് പോലും പുറത്തു കൊടുത്ത അല്ലാഹ്. കാരണം എന്താ? പശ്ചാത്തപിച്ചു മടങ്ങി, ഖേദിച്ചു മടങ്ങി, തെറ്റ് ചെയ്തു പോയല്ലോ അല്ലാഹ്, സംഭവിച്ചു പോയല്ലോ അല്ലാഹ് എന്ന നിലക്ക് ഖേദിച്ചു മടങ്ങിയപ്പോ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയാണ്. ഇങ്ങനെ എത്ര ചരിത്രങ്ങളുണ്ട്. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സവിധത്തിലേക്ക് വന്നിട്ട് മാപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോ മാപ്പുണ്ട് എന്ന് പറഞ്ഞ ചരിത്രങ്ങൾ എത്രയാണ്, ഹദീസുകൾ എത്രയാണ്. മഹാനായ മടവൂർ ശൈഖുനാ, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്, അവിടുത്തെ കാവൽ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ആ ശൈഖുനാന്റെ മുമ്പിൽ വന്നിട്ട് പോലും ചെയ്തു പോയി മഹാനവറുകളെ, സംഭവിച്ചു പോയി എന്ന് പറയുമ്പോ മടവൂർ ശൈഖുനായുടെ ഒരൊറ്റ വാക്ക്, എന്താണ് ആ വാക്ക്? നിങ്ങൾക്ക് മാപ്പുണ്ട്. ശൈഖുനാന്റെ വാക്ക് അങ്ങനെയാണ്. തെറ്റ് ചെയ്തിട്ട് ശൈഖുനാ സിഎം വലിയുള്ളാന്റെ മുമ്പിൽ വരുമ്പോ ശൈഖുന പറയുന്ന വാക്കെന്താ? നിങ്ങൾക്ക് മാപ്പുണ്ട്. അങ്ങനെയാണ് മഹാരഥന്മാര്, ഔലിയാക്കള്, സൂഫിയാക്കള്, അവർ എല്ലാവർക്കും മാപ്പ് ചെയ്തവരാണ്. അപ്പൊ നമുക്ക് അല്ലാഹുവിൽ പ്രതീക്ഷ വേണം. പക്ഷെ നമ്മൾ എന്താവണം? നമ്മുടെ വിശ്വാസം എപ്പോഴും കറക്റ്റ് ആവണം. അപാകതകളും വീഴ്ചകളും ഒക്കെ സംഭവിക്കാം, പക്ഷെ നമ്മുടെ വിശ്വാസത്തിൽ ഒരു വീഴ്ച വരാൻ പാടില്ല. ഉത്തരാശയത്തിലേക്ക് കടന്നു പോവരുത്. അഹ്ലുസ് സുന്നയിൽ ഉറച്ചു നിൽക്കണം. മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതമാകണം. മഹത്തുക്കളോട് മഹബത്ത് വെച്ചുകൊണ്ടുള്ള ജീവിതമാകണം. അങ്ങനത്തെ നല്ല ഒരു ജീവിതം യജമാനനായ റബ്ബ് നമുക്ക് നൽകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്കതിനെക്കുറിച്ചുള്ള ജദ്ദിദു